ഹായ് വെൽക്കം ടു എക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 14ാമത്തെ പാഠത്തെക്കുറിച്ചാണ്. പാഠത്തിൻ്റെ പേര് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ഓപ്ഷൻസ് ജനനനിരക്ക്, മരണനിരക്ക്, ആശ്രയത്വ നിരക്ക്, കുടിയേറ്റം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് എന്നതിന് ഉത്തരം ആശ്രയത്വ നിരക്ക് എന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതയിൽ ഉൾപ്പെടുന്നത് ഏത്? അപ്പോൾ ഗണപരമായ സവിശേഷതയിൽ ഉൾപ്പെടുന്നത് ഏത് എന്നതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ആരോഗ്യ പരിപാലനം, ജനസാന്ദ്രത. അപ്പോൾ ഗണപരമായ സവിശേഷതയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ജനസാന്ദ്രത. അതാണ് ഉത്തരം. ഇനി മൂന്നാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത്? അപ്പോൾ ഗുണപരമായ സവിശേഷതകൾ ഉൾപ്പെടുന്നത് സാക്ഷരതാ നിരക്കാണ്. ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഇനി നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? അപ്പോൾ കുറേ പദ്ധതികളുടെ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാം. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആശ്രയത്വ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏത്? അപ്പോൾ ഈ ആശ്രയത്വ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ, പിന്നെ 18 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ, 5 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ, 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ. അപ്പോൾ പല പ്രായക്കാരുടെ വിഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആശ്രയത്വ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം 5 വയസ്സിനും 9 വയസ്സിനും ഇടയിലുള്ള ഈ കുട്ടികളാണ് ഈ ആശ്രയത്വ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പ്. ഇനി ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം തിരഞ്ഞെടുത്തെഴുതുക എന്നതാണ്. അപ്പോൾ ഈ സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം എന്നത് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻസിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. ഏഴാമത്തെ ചോദ്യം, ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്ത് ജനസംഖ്യ കുറയുന്ന 2 സാഹചര്യങ്ങൾ എഴുതുക. അപ്പോൾ ഇത് ഉത്തരം ജനനനിരക്ക് കുറയുമ്പോഴും മരണനിരക്ക് കൂടുമ്പോഴും ജനസംഖ്യ കുറയുന്നു. ഇനി കുടിയേറ്റം ഒരു പ്രദേശത്ത് ജനസംഖ്യ വർദ്ധിക്കുകയും മറ്റൊരു പ്രദേശത്ത് കുറയുകയും ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യ കണക്കെടുപ്പ് എന്നിവ വിശദമാക്കുക എന്നതാണ്. അപ്പോൾ ജനസംഖ്യ ശാസ്ത്രത്തിലേക്ക് ആദ്യം പോകാം. ജനസംഖ്യ അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം. ഇനി ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, സ്ത്രീ, പുരുഷൻ, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്നതാണ് ജനസംഖ്യ കണക്കെടുപ്പ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഉറപ്പുവരുത്തുന്നതിനായി 2009 പാസാക്കിയ നിയമം ഏത്? ഉത്തരം വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇനി 10ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന മാനവ വിഭവത്തിൻ്റെ സവിശേഷതകളെ ഗണപരം, ഗുണപരം എന്നിങ്ങനെ തരംതിരിക്കുക. വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, മരണനിരക്ക്, ജനസാന്ദ്രത, ആരോഗ്യ പരിപാലനം, സ്ത്രീ പുരുഷ അനുപാതം. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന മാനവ വിഭവത്തിൻ്റെ സവിശേഷതകളെ ഗുണപരം, ഗണപരം എന്നിങ്ങനെ തരംതിരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗണപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? മരണനിരക്ക്,
ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം. ഇനി ഗുണപരമായിട്ടുള്ളതോ വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ആരോഗ്യ പരിപാലനം. അടുത്തത് ഡയഗ്രം വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 15 to 59 വയസ്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം എന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ആശ്രയത്വ വിഭാഗത്തിൽപ്പെടുന്നവർ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം 62.5% ഈ 15 വയസ്സ് മുതൽ 59 വയസ്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആകെ ജനസംഖ്യയുടെ ശതമാനത്തിൽ ഉൾപ്പെട്ടത്. ഇനി ആശ്രയത്വ വിഭാഗത്തിൽപ്പെടുന്നവർ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം എന്നതാണ്. അത് 37.4%. ഇനി തൊഴിൽ പങ്കാളിത്ത നിരക്കും ആശ്രയത്വ നിരക്കും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഉത്തരം തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിക്കുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയെ സഹായിക്കുന്നു. ഇനി ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുന്നതോ ആളോഹരി വരുമാനം കുറയുന്നതിന് കാരണമാകുന്നു. തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിക്കുന്നതുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്ന അവസ്ഥയാണ് ഉദ്ദേശിച്ചത്. ഇനി 13ാമത്തെ ചോദ്യം, യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതി ഏത്. ഉത്തരം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മാനവ വിഭവശേഷി വികസനത്തിൽ വഹിക്കുന്ന പങ്ക് വിശദമാക്കുക. അപ്പോൾ വിദ്യാഭ്യാസം വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുവാനുള്ള അറിവ് ലഭ്യമാക്കുന്നു, വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നു. ഇനി ആരോഗ്യ പരിപാലനം ശാരീരികവും മാനസികവുമായ സുസ്ഥിതി ഉണ്ടാക്കുന്നു, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇനി 15ാമത്തെ ചോദ്യമാണ്, വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അവ എന്തെല്ലാമെന്ന് എഴുതുക. അപ്പോൾ ഉത്തരം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്. അപ്പോൾ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്. രണ്ടാമത്തത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ്, പിന്നെ ഗുണനിലവാരക്കുറവ്. ഇനി 16ാമത്തെ ചോദ്യം, ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സാഹചര്യങ്ങൾ, ചികിത്സാ രംഗത്ത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ ഏതൊക്കെ നോക്കാം. പോഷകാഹാര ലഭ്യത, ശുദ്ധജല ലഭ്യത, രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ശുചിത്വ പരിപാലനം, ചികിത്സാ സൗകര്യങ്ങൾ, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തൽ, ആരോഗ്യപരമായ പരിസ്ഥിതി. ഇനി സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. 17ാമത്തെ ചോദ്യം, ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. അപ്പോൾ ഉത്തരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും കാര്യക്ഷമതയും വർദ്ധിക്കുന്നു, പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നു, ചികിത്സാ ചെലവ് കുറയുന്നതിലൂടെ സർക്കാരിൻ്റെ ചെലവ് കുറയുന്നു, ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകുന്നു. ഇനി 18ാമത്തെ ചോദ്യം, എ കോളത്തിനോട് യോജിച്ചവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ചോദ്യവും ഉത്തരവും പറയാം. സംയോജിത ശിശു വികസന സേവന പരിപാടി. അപ്പോൾ അതിൻ്റെ ഉത്തരം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം, അതാണ് സംയോജിത ശിശു വികസന സേവന പരിപാടി. ഇനി സർവശിക്ഷാ അഭിയാൻ, സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം, അതാണ് സർവശിക്ഷാ അഭിയാൻ. മുന്നേ നമ്മളൊരു ചോദ്യം അത് ചോദിച്ചാണ്. അടുത്ത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, ആരോഗ്യ പരിപാലനം, അപ്പോൾ അത് സെക്കൻഡറി വിദ്യാഭ്യാസം. ഇനി രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ, അത് ഉന്നത വിദ്യാഭ്യാസം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പാക്കുക. അപ്പോൾ ഇതെല്ലാം, ഈ ചോദ്യങ്ങളെല്ലാം മുന്നേ ആവർത്തിച്ചതാണ്. അപ്പോൾ അതൊന്ന് ചേരുംപടി ചേർത്താണ് ഇവിടെ വായിച്ചത്.
ഇനി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ മുകളിൽ വിദ്യാഭ്യാസം, പിന്നെ നടുവിലായിട്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു എന്നെഴുതി. അപ്പോൾ ഇടയിൽ വിട്ടുപോയി കാര്യങ്ങൾ പൂരിപ്പിക്കാം. വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം തന്നിരിക്കുന്ന മറ്റൊരു പോയിന്റിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു, പിന്നെ മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു, ജീവിത നിലവാരം ഉയരുന്നു. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ ഈ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു, പിന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു, പിന്നെ മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു, ജീവിത നിലവാരം അതോടുകൂടി ഉയരുന്നു. അത്രയുള്ളത്. ഇനി 20ാമത്തെ ചോദ്യം പദസൂര്യൻ പൂർത്തിയാക്കുക എന്നാണ്. അപ്പോൾ മെച്ചപ്പെട്ട മാനവ വിഭവം, അതിനോട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് എഴുതേണ്ടത്. അപ്പോൾ മെച്ചപ്പെട്ട മാനവ വിഭവം ഉണ്ടെങ്കിൽ എന്താ, സംരംഭകത്വം മെച്ചപ്പെടുത്താം, പിന്നെ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം, സാമ്പത്തിക അന്തരം കുറയ്ക്കാം, പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാം. അപ്പോൾ ഉത്തരങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മെച്ചപ്പെട്ടൊരു മാനവ വിഭവം ഉണ്ടെങ്കിൽ സംരംഭകത്വം മെച്ചപ്പെടുത്താം. അപ്പോൾ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ പുതിയ വ്യവസായങ്ങളൊക്കെ മെച്ചപ്പെടുത്താം, അതുപോലെ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം, സാമ്പത്തിക അന്തരം കുറയ്ക്കാം, പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാം. അത്രയാണ് അതിലെ പോയിന്റുകൾ പ്രധാനമായിട്ട്. ഇനി 21ാമത്തെ ചോദ്യം, തൊഴിൽ പങ്കാളിത്ത നിരക്ക് കുറയുകയും ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഉത്തരം, തൊഴിൽ പങ്കാളിത്ത നിരക്ക് കുറയുന്നത് ഉൽപാദനക്കുറവിനും വരുമാനക്കുറവിനും കാരണമാകുന്നു. അതായത് എംപ്ലോയ്മെൻറ്റ് കുറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഉൽപാദനക്കുറവും വരുമാനക്കുറവിനും അത് കാരണമാവും. പിന്നെ ആശ്രയത്വ നിരക്ക് ഡിപ്പെൻഡൻസി വർദ്ധിക്കുന്നത് ആളോഹരി വരുമാനം കുറയുന്നതിന് ഇടയാക്കുന്നു. ഇനി 22ാമത്തെ ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ് 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ. ഈ പ്രസ്താവന സാധൂകരിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം, 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് തൊഴിലുള്ളവരും തൊഴിലന്വേഷകരും. ഇനി 2ാമത്തെ പോയിന്റ്, ഈ വിഭാഗത്തെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ രാജ്യ പുരോഗതി കൈവരിക്കാം. വളരെ ലളിതമായ ചോദ്യോത്തരങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. വെറുതെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ കിട്ടും. ഇനി ഒരു ഭൂപ്രദേശത്തെ ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവ അവിടുത്തെ ജനസംഖ്യയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമാക്കുക. അപ്പോൾ ഉത്തരം, ജനനനിരക്ക് വർദ്ധിക്കുന്നു, മരണനിരക്ക് കുറയുന്നു, അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കും. ഇനി ജനനനിരക്ക് കുറയുന്നു, മരണനിരക്ക് വർദ്ധിക്കുന്നു, അപ്പോൾ ജനസംഖ്യ കുറയുന്നു. ജനനനിരക്കും മരണനിരക്കും തുല്യം, അപ്പോൾ ജനസംഖ്യയിൽ മാറ്റമില്ല. പിന്നെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ, ജനസംഖ്യ ഒരു പ്രദേശത്ത് വർദ്ധിക്കുന്നു, മറ്റൊരു പ്രദേശത്ത് കുറയുന്നു. അപ്പോൾ ഈ കുടിയേറ്റം ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്കറിയാം. ആഭ്യന്തര ലഹള, വർഗീയ ലഹള, അതൊക്കെ മൂലം ഒരു പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറിപ്പോകുന്നു. അതിനാണ് ഈ കുടിയേറ്റം എന്ന് പറയുന്നത്. ഇനി 24ാമത്തെ ചോദ്യം, ജനസംഖ്യാ പഠനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാൻ, പിന്നെ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ, രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുവാൻ, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയുവാൻ, സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കുവാൻ, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുവാൻ. അപ്പോൾ ഇതൊക്കെയാണ് ജനസംഖ്യാ പഠനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം. അപ്പോൾ ഈ ജനസംഖ്യ പോപ്പുലേഷൻ സർവേ നമ്മൾ കേട്ടിട്ടുണ്ട്, പല വിധത്തിലുള്ള പല കാര്യങ്ങൾക്കായിട്ടുള്ള സർവേകൾ. അപ്പോൾ അതിൻ്റെ വിവിധ ആവശ്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസി ഏത് എന്നതാണ് ചോദ്യം.
അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസിയുടെ പേര് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ് എന്നതാണ് ഉത്തരം. ഇനി 26ാമത്തെ ചോദ്യം, മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും 2 വീതം എഴുതുക എന്നതാണ് ചോദ്യം. അപ്പോൾ ഗുണപരമായിട്ടുള്ള സവിശേഷത എന്താണ്? മാനവ വിഭവശേഷിയുടെ ഗുണപരമായ സവിശേഷതകൾ: വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, പരിശീലനം, സാമൂഹിക മൂലധനം. ഇതൊക്കെയാണ് ഗുണപരം. ഇനി ഗണപരം: ജനസംഖ്യാ വലുപ്പം, ജനസംഖ്യ വളർച്ച, ജനസാന്ദ്രത, ജനസംഖ്യ ഘടന. ഇനി അവസാനത്തെ ചോദ്യമാണ് പദസൂര്യൻ പൂർത്തിയാക്കുക. സ്ഥാപനങ്ങളും ഏജൻസികളും നൽകുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ പദസൂര്യൻ കൊടുത്തിരിക്കുന്നത്. മാനവശേഷി വികസന തലങ്ങൾ അത് നടുവിൽ എഴുതി പിന്നെ 4 പോയിന്റുകൾ നമ്മൾ ഫില്ല് ചെയ്യണം. വ്യക്തികളുടെ സ്വന്തം പരിശ്രമം, കുടുംബം ഒരുക്കുന്ന സാഹചര്യങ്ങൾ, രാഷ്ട്രം ഒരുക്കുന്ന സൗകര്യങ്ങൾ. ഇതൊക്കെയാണ് ഈ പദസൂര്യനിൽ പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 14ാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഒരുപാട് സമയം ചെലവഴിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവണ വായിച്ചു പോയി മനസ്സിൽ ഓർമ്മിച്ച് നിർത്താൻ കഴിയുന്ന ചോദ്യോത്തരങ്ങളേ ഉള്ളൂ ഇതിൽ. പിന്നെ യുക്തിയോട് കൂടിയിട്ടും നമുക്ക് കുറച്ച് ഉത്തരങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.